അപ്പോൾ ഇനി ബർത്ത്ഡേക്കുള്ള ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കിയാലോ. ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ടേബിളൊക്കെ ഒന്ന് ഭംഗിയിലിരിക്കണമല്ലോ അല്ലേ. അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കപ്പ് കേക്ക്സ് പിന്നെ ഡോണറ്റ്സും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഡോണറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഈ ഡോണറ്റ് ബാർ ഞാൻ അന്ന് ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. തെമോന്ന് വാങ്ങിച്ചതാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതിലൊരു 9 ഡോണറ്റ്സ് വരെ നമുക്കിതിൽ സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 4 മാത്രമേ ഇതിൽ വെക്കുന്നുള്ളൂ. ഇത് കൂടാണ്ട് ചീസ് ആൻഡ് ചിക്കൻ മനാക്കേഷും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കൂടി ഉണ്ട്. ഇപ്പോൾ ഡോണറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് ഇനി നമുക്ക് കപ്പ് കേക്കും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കാർഡ്ബോർഡ് സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഷീനിയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഇത് കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ അഴിച്ചു വെക്കാൻ പറ്റുന്ന കാരണം സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോണ്ട് എടുത്താൽ മതിയല്ലോ. ഇതൊരു 3 ലെയേർഡ് സ്റ്റാൻഡാണ്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ ഓരോ ലെയർ പോലായിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്കിതിൽ വേഗം കപ്പ് കേക്ക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ചോക്ലേറ്റ്, വാനില പിന്നെ റെഡ് വെൽവെറ്റ് അങ്ങനെ 3 ഫ്ലേവറായിട്ടുള്ള കപ്പ് കേക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് ബിരിയാണി, കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അല്ലേ. ആദ്യം വൈറ്റ് കളർ ടേബിൾ റണ്ണർ ഒന്ന് വരച്ചു കൊടുത്ത് എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ബർത്ത്ഡേക്ക് നമ്മൾ എൽസ ആൻഡ് ആന തീം കേക്കിലുള്ള ടെൻഡർ കോക്കനട്ട് കേക്കാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1.5 kg. അപ്പോഴേക്കും ഓരോരുത്തരായിട്ടൊക്കെ വന്നു തുടങ്ങി. എന്നിട്ട് കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി ടുഗദർ കേക്ക് കട്ട് ചെയ്തു. ഇതെങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. Happy birthday.